അച്ഛന്റെ മകനോട് പറഞ്ഞു ഞാൻ മടുത്തു. ഇനി അച്ഛൻ തന്നെ വേണം പറയാൻ. എപ്പോഴും ഓഫീസ്. ഇതിന് മാത്രം പണിയുള്ള ഓഫീസ് ഏതാ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ചോദിക്കുക. കഴിഞ്ഞ 4 മാസം മുമ്പ് വരെ 6:30 ഇവിടെ വന്നോണ്ടിരുന്ന ആളാ. ഇപ്പൊ സമയം നോക്കി 9:30 മണിയായി. കഴിഞ്ഞ 4 മാസമായിട്ട് ഈ സമയത്താ ഇപ്പൊ വരുന്നത്. എനിക്ക് മനസ്സിലാവണില്ല എന്ത് പണിയാ ഈ ഓഫീസിലുള്ളതെന്നുള്ളത്. ഇവിടെ എന്റെ കാര്യം നോക്കാൻ സമയമില്ല, പിള്ളേരുടെ കാര്യം നോക്കാൻ സമയമില്ല, വീട്ടിലെ ഓരോ കാര്യം നോക്കാനും സമയമില്ല. എന്നാണോ കാണിക്കണേ? ചോദിച്ചാൽ പറയും മാനേജർ നേരത്തെ വീട്ടിൽ വിടാൻ സമ്മതിക്കില്ല. എല്ലാ പണി ഇങ്ങനെ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ. ഞാൻ പറഞ്ഞു മടുത്തു വെച്ചാ. അച്ഛൻ ഇനൊന്നും ഉപദേശിക്കും. ഞാൻ അതുകൊണ്ട് അച്ഛനോടൊന്ന് വരാൻ പറഞ്ഞത്. എനിക്കിത് കൂടുതൽ ഒന്നും പറയാനില്ല. മോള് സമാധാനമായിട്ടിരിക്കേ, ഞാനേ ഇവനോടൊന്ന് സംസാരിക്കട്ടെ. എന്നതാടാ ഇത്? ഞാൻ നിന്നിൽ നിന്ന് ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. നിനക്കറിയാലോ, ഒരു കുടുംബമാകുമ്പോൾ നമ്മൾ കുറെ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടി വരും, സ്വാഭാവികം. എടാ, അവള് പറഞ്ഞതുപോലെ എപ്പോഴും ഈ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന എങ്ങനെയാ? അവക്കും പിള്ളേർക്കും ആവശ്യം നിന്റെ കുറച്ച് സമയമാ. അത് നീ മനസ്സിലാക്ക്. അവള് പറയുന്നൊന്നും കേൾക്കാൻ മേലാത്ത അത്ര അധികം ജോലി തിരക്ക് നിനക്ക് എന്നതാ ഉള്ളേ? അതാ എനിക്ക് മനസ്സിലാവാത്ത. കുഞ്ഞെ, ഇങ്ങനെ ഈ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് താൻ ചത്ത് മീൻ പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അച്ഛാ പ്ലീസ്, എന്റെ പ്രശ്നം കൊണ്ടല്ല. പിന്നെ അച്ഛൻ എന്റെ അവസ്ഥ മനസ്സിലാക്കും. അവൾ പറഞ്ഞില്ലേ, എനിക്ക് അതാണ് പ്രശ്നം. കാരണം മാനേജർ എന്നെ ഏട്ടം വല്ലം തിരിയാൻ സമ്മതിക്കണില്ല. ഞാൻ തന്നെ എല്ലാ ജോലികളും ചെയ്താലേ ശരിയാവുള്ളൂ എന്നാണ് മാനേജർ പറയുന്നത്. ഇന്നത്തെ ബാങ്കിങ് ജോലിയുടെ പ്രഷർ അച്ഛൻ അറിയാവുന്നതല്ലേ. കുറ്റം പറയാനും ഉപദേശിക്കാനും ഒക്കെ എല്ലാവർക്കും എളുപ്പം. ഇപ്പൊ അവള് പറയണത് മാനേജറുടെ നമ്പർ ഇതാ, അവള് വിളിച്ച് സംസാരിക്കാം. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് ചോദിച്ചാൽ? ഞാൻ എന്താ നഴ്സറി കുട്ടിയോ? എന്റെ ജോലിയുടെ തിരക്കും ബുദ്ധിമുട്ടുകളും അവള് മനസ്സിലാക്കണ്ടേ? മാനേജര് ലേഡിയാണല്ലേ? ആ, അവര് ഒരു ചെറുപ്പക്കാരിയാണല്ലേ? ആ, കാണാൻ എങ്ങനെയുണ്ട്? സൂപ്പർ. ഒരു നീലസാരി കൊടുത്ത് ചില ദിവസം ഒരു വരവുണ്ട്. എന്റെ അച്ഛാ. അപ്പൊ നീ ഒരു കാരണവശാലും നമ്പർ കൊടുക്കരുത്. അത് നിനക്ക് തന്നെ പണിയാവും. അവളുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഒന്ന് കാണിച്ചേ. ഫോട്ടോ ഇല്ല. വാട്സാപ്പില് DP നോക്കണം മൊയിന്റെ. വാട്സപ്പ് DP പട്ടിയുടെ പട. എന്റെയൊക്കെ നിന്റെ പ്രായത്തില് ഈ മൊബൈൽ ഫോൺ എന്റെ കയ്യിലെങ്ങാനും ഉണ്ടായിരുന്നു. മൊത്തം കുത്തിയ കുമ്പളം മുളക്കട പോലെ. ഇതെന്താ മനുഷ്യൻ നിങ്ങൾ കാണിക്കണേ? ഇന്ന് ഞായറാഴ്ച അല്ലേ, ബാങ്ക് അവധിയല്ലേ. മാത്രമല്ല ക്രൗഡ് സ്ട്രൈക്ക് അല്ലേ, വിൻഡോസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ലാപ്ടോപ്പ് ഉപയോഗിക്കലും നടക്കും. അതുകൊണ്ട് എനിക്ക് വേറെ പണിയൊന്നുമില്ല, നിനക്കും പ്രത്യേകിച്ച് ഇന്ന് പണിയൊന്നുമില്ല. മാത്രമല്ല നിന്നോട് ഡോക്ടർ എല്ലാം ചൂടോടുകൂടി കഴിക്കണം എന്നല്ലേ പറഞ്ഞേക്കണേ. നിനക്ക് ഇന്ന് മുഴുവൻ തിന്നാനുള്ളതല്ലേ അത്? ചൂടാക്കണതാ.